അപ്പോൾ ഇതൊരു മസ്റ്റ് വാച്ച് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പ്രവാസികളായിരിക്കുന്നിടത്തോളം കാലം അത് എവിടെയായിരുന്നാലും ഏത് രാജ്യത്തായിരുന്നാലും നമ്മൾ ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട സാധനമാണിതല്ലേ, മൺചട്ടി. അതെ, ഈ ചട്ടികളെല്ലാം തന്നെ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബാക്കിയുള്ള പാത്രം കൊണ്ടുവരുന്ന പോലൊന്നും അല്ല കേട്ടോ. ഇത് എക്സ്ട്രാ കെയർ കൊടുത്ത് നമ്മൾ എക്സ്ട്രാ പാക്കിങ്ങിലൊക്കെ ചെയ്ത് തുണിക്കകത്തൊക്കെ വെച്ച് വളരെ VIP ആണ്. VIP ട്രീറ്റ്മെൻറ്റ് കൊടുത്താണ് ഇവിടെ എത്തിക്കുന്നത്. അല്ലെങ്കിൽ ഇതേ സമയം റിയലിന് പൊട്ടാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വളരെ കെയർ കൊടുത്ത് 2 ചട്ടി ഞാനിവിടെ എത്തിച്ചിട്ടുണ്ട്. ഒരു പൊട്ടലും ഇല്ലാതെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് സാധനം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ചട്ടി പൊട്ടാതെ, ഇനിയും പൊട്ടാതെ എങ്ങനെ സൂക്ഷിക്കാമെന്നുള്ളതാണ്. കാരണം ഈ ചട്ടി ഗ്യാസിലാണ് നമ്മൾ പ്രവാസികളെല്ലാം തന്നെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പൊട്ടാനുള്ള ചാൻസും കൂടുതലാണ്. അതിന് വേണ്ടിയുള്ള ഒരു ട്രിക്കാണ് കേട്ടോ ഇത് ഞാൻ പരീക്ഷിച്ച് 100% വിജയം കണ്ട ഒരു ട്രിക്കാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ ചട്ടി കഴുകണം. ചട്ടി കഴുകുന്ന നമ്മുടെ സോപ്പ് ഒരിക്കലും നമ്മുടെ പുതിയ ചട്ടി നമ്മൾ സോപ്പ് സൊല്യൂഷൻ ഇട്ട് കഴുകരുത്. നമ്മൾ എപ്പോഴും ഇത് കടലമാവ് ഉപയോഗിച്ച് കഴുകാം കേട്ടോ. അങ്ങനെ കഴുകി വൃത്തിയാക്കിയ ചട്ടി നിറയെ തുളുമ്പ വെള്ളം ഒഴിച്ച് അടപ്പത്ത് വെക്കുക. അടപ്പത്ത് വെച്ച ശേഷം നമ്മൾ ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചായപ്പൊടി നമ്മൾ തുളുമ്പയുള്ള വെള്ളം ഇത് പറ്റിച്ച് അരഭാഗത്തോളം ആക്കണം. അതുവരെ നല്ലവണ്ണം പറ്റിക്കണം കേട്ടോ. ചായപ്പൊടി ഇട്ട് തിളപ്പിക്കണം. അപ്പോൾ 2 ചട്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ 2 ചട്ടി ഒരുപോലെ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഒരു കുഴപ്പമെന്ന് എനിക്ക് തോന്നിയത് ഇതിന് കുറച്ച് ഏറെ ഗ്യാസ് ചിലവാകും. ഒരു 20 മിനിറ്റോളം നമ്മൾ തിളപ്പിക്കേണ്ടി വരും. പിന്നെ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഈ ചട്ടി പൊട്ടില്ല എന്നതിന് ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടിയാണ്. കാരണം എൻ്റെ ചട്ടി സ്ഥിരമായിട്ട് ഈ ചട്ടി കൊണ്ടുവരുന്നെല്ലാം പൊട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു 2 വർഷം മുന്നേ ഞാൻ കൊണ്ടുവന്ന ചട്ടി ഇതുപോലെ ഞാൻ മയക്കിയെടുത്ത് അടിപൊളിയായിട്ട് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ തിളപ്പിച്ച് അത് ആറിയ ശേഷം അത് കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ കടലമാവ് ഉപയോഗിച്ച് ഈ ചട്ടി കഴുകണം. എന്നിട്ട് അത് ഉണങ്ങിയ ശേഷം ഇച്ചിരി എണ്ണ തടവി ഈ ചട്ടി വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഈ ചട്ടി മയങ്ങിയതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് വേണേലും കുക്ക് ചെയ്തെടുക്കാം. പക്ഷേ ഇത് ഇച്ചിരി കൂടെ ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ട്രിക്ക് കൂടെ ഉപയോഗിക്കും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ തവണ പാകം ചെയ്ത് കഴിയുമ്പോൾ അത് 4 തവണ തന്നെ നിങ്ങൾ ചെയ്താൽ മതിയാവും. ഓരോ തവണ പാകം ചെയ്ത് ആഹാര സാധനങ്ങൾ മാറ്റി ചട്ടി കഴുകി എടുത്ത ശേഷം ഉണക്കിയിട്ട് ഇതുപോലെ എണ്ണ തേച്ച് വെക്കണം. ഉറപ്പായിട്ട് നിങ്ങളുടെ ചട്ടി പൊട്ടില്ല കേട്ടോ, ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം ഞാനിത് ചെയ്ത് നോക്കി പരീക്ഷിച്ച് വിജയിച്ച സംഭവമാണ് നിങ്ങളോട് പറയുന്നത്. ഇതാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ 2 വർഷം മുന്നേ കൊണ്ടുവന്ന ചട്ടി. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷത്തിൽ കൂടുതലായി. പക്ഷേ ഇതുവരെ ഒരു കുഴപ്പം പോലും സംഭവിച്ചിട്ടില്ല കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് ഒരു ചട്ടി എൻ്റെ കയ്യിൽ ഇത്രയും നാളായിട്ട് ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഈ രീതിയിലാണ് മയക്കിയെടുത്തത്. നിങ്ങൾക്ക് വിശ്വസിക്കാം, ഉറപ്പായിട്ട് നിങ്ങൾ ഈ എന്നും പറഞ്ഞ് ഇതിങ്ങനെ ചെയ്തിട്ട് ചട്ടി താഴെ ഇട്ട് പൊട്ടിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.